നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്നെനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് മുതിർന്ന CPI നേതാവ് മുൻ മന്ത്രി സി ദിവാകരനാണ്. സ്വാഗതം സർ. നമസ്കാരം. CPIയിൽ എല്ലാ കാലത്തും അറിയപ്പെടുന്ന കണിശക്കാരനായിട്ടുള്ള കർക്കശക്കാരായിട്ടുള്ള നേതാവിൽ ഒരാളാണെങ്കിൽ ആ കണിശത അങ്ങനെ തന്നെ പുലർത്തി മുന്നോട്ട് പോവുകയാണോ ജീവിതത്തിലുടനീളം? ഇതുവരെ അങ്ങനെയാണ്. എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. അഭിപ്രായങ്ങളിൽ ഞാൻ നിർഭയം പറയും. അതിന് എനിക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ ഞാൻ അംഗീകരിക്കുകയില്ല. പിന്നെ കടിശക്കാരനാണെന്നും തലക്കനമുള്ളവനാണെന്നും മസിൽ പിടുത്തക്കാരനൊക്കെ എന്നെപ്പറ്റി എന്നോട് സ്നേഹമുള്ള ആളൊക്കെ പറയാറുണ്ട്. അതൊന്നും ഞാൻ വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തന്നെ എൻ്റെ ബോഡി ലാംഗ്വേജ് രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇലക്ഷൻ നിന്നപ്പോഴും അതുപോലെ തന്നെ ജനങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പോരാ, കുറച്ചുകൂടി സൗമ്യമായിട്ടും ആളുകളെ സ്നേഹമായിട്ടും എപ്പോഴും ചിരിച്ചും അവരോട് കുശലം പറഞ്ഞു അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എന്നെ അറിയുന്ന ആളുകൾ ഞാൻ വേണമെങ്കിൽ അവർ എൻ്റെ സേവനം ഉപയോഗിക്കാം. അല്ലാതെ അവരുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യും. പൊതുജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ള കൗശലങ്ങളോ കാപട്യങ്ങളോ ഒന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കാണിക്കുകയില്ല. അത് സച്ച് ഞാൻ എന്താണോ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ യെസ് ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത്രയും കാലം ഞാൻ 65 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായ സന്ദർഭത്തിലാണ് ഞാൻ തിരുവനന്തപുരത്തെ CPIയുടെ പ്രവർത്തകനായി വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒരു കാര്യത്തിൽ എനിക്കുണ്ടായിട്ടില്ല. വിവാദങ്ങളുണ്ടാകും. വിവാദങ്ങൾ എൻ്റെ കൂടപ്പുറപ്പാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് വിവാദമാണ്. അതിലെനിക്ക് വലിയ ഭയമൊന്നുമില്ല. വിവാദങ്ങൾ നടക്കട്ടെ എന്നുള്ളത്. ഞാൻ എന്തെല്ലാം കണ്ടു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പലതവണ പല മുഖ്യമന്ത്രിമാർ, പല ഭരണങ്ങൾ, പല മുന്നണികൾ, നിരവധി സമരങ്ങൾ. എനിക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് എന്നോടൊപ്പം തിരുവനന്തപുരത്തെയോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സമരങ്ങളിൽ പങ്കെടുത്ത ഒരാൾ ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വരുമ്പോഴെൻ്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാം വടപക്ഷങ്ങളായിട്ടുള്ള നേതാക്കന്മാരാണ്. CPIയിലും CPMലും. EMSൻ്റെ നേതൃത്വത്തിലുള്ള CPMനും EMSും AKG എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരാണ് അവർ. പക്ഷേ അവർ CPM എന്നാണ് അറിയപ്പെട്ടത്. അവർ ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വലിയ നേതാക്കന്മാരാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എന്നെ ആകർഷിക്കുകയും ചെയ്ത M. ഗോവിന്ദൻ നായരും TV തോമസും അച്യുതമേനോനൊക്കെ തുടങ്ങിയ ഒരു വലിയ നിസ്വാർത്ഥ സുഗത സാറ്, ചിത്തരഞ്ജൻ, അങ്ങനെ ഒരുപാട് PT പുന്നോസ്, റോസമ്മ പുന്നോസ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരു വലിയ നേതൃത്വ നിരയായിരുന്നു CPI. അണികൾ കുറവാണ്, നേതാക്കന്മാർ കൂടുതലാണ്. അതാണ് ഞങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം. നേതാക്കന്മാരുടെ പാർട്ടിയാണ്, അണികളുടെ കുറവാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടോ? ഇപ്പോഴും ചിലരൊക്കെ പറയും. പക്ഷേ അതിപ്പോൾ അതിരൂക്ഷമായി ആക്ഷേപിച്ചിരുന്നവരെല്ലാം ഞങ്ങളുമായിട്ട് യോജിപ്പായതുകൊണ്ട് ആ രൂക്ഷത ഇപ്പോൾ കുറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു വിഷയം, കോൺഗ്രസുമായിട്ടൊരു മുന്നണി ഉണ്ടാക്കി CPIക്കാർ കോൺഗ്രസിൻ്റെ വാലാണ്, കോൺഗ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പറയാൻ ആരുമില്ല. കാരണം അങ്ങനെ പറഞ്ഞവരെല്ലാം കോൺഗ്രസിൻ്റെ കൂടെയുള്ള പല ബന്ധങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ്.
ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസ് അല്ല, BJP ആണ്. BJP മാത്രമല്ല, അവരുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാറാണ്, RSSകാരാണ്. അതൊരു തരം ഇന്ത്യയുടെ മതേതരത്വത്തിനൊക്കെ അപകടകരമായ ഒരു നയവും പരിപാടിയും ഉള്ളവരാണ് ഈ ആളുകൾ. അവരാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. ആ ഭീഷണി നേരിടാൻ യഥാർത്ഥ ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് നമുക്കായ മാർഗം അതിവിപുലമായ ഒരു ദേശീയ മുന്നണിയാണ്. എല്ലാ പാർട്ടിക്കാരും BJPക്കാർക്ക് എതിരായിട്ടുള്ള, RSSനെതിരായിട്ടുള്ള, ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഫാസിസ്റ്റ് പ്ലാറ്റ്ഫോം, അതാണ് രണ്ട് പാർട്ടി CPIയും CPMും പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുന്ന കാര്യത്തിൽ ഒരിടത്തും എത്തുന്നില്ല. അതിലൊക്കെ ഞാൻ വളരെ നിരാശനാണ്. കാരണം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനം വന്നു. അത് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും മതേതര പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും എല്ലാവരും കൂടി ചേർന്ന്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതൊരു വലിയ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങൾക്കുണ്ടാക്കിയതുപോലെ ഒരു വലിയ ആവേശമുണ്ടാവുകയും ഒരു വലിയ ജനകീയ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉയർന്നു വരികയും ഇന്ത്യ നേരിടുന്ന പല ആഭ്യന്തര വർഗീയ അതുപോലെയുള്ള പല വെല്ലുവിളികളെ നേരിടാൻ ജനങ്ങൾ കഴിയും. അപ്പോൾ ഇതിന് രാഷ്ട്രീയ പ്രമേയവും പാർട്ടി, എൻ്റെ പാർട്ടിയാണ് വലുത്, നിൻ്റെ പാർട്ടിയാണ് വലുത്, അങ്ങനെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടത്തിയാൽ ഇന്ത്യയുടെ ദേശീയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. പരിഹാരം കാണണമെങ്കിൽ ഈ അതിർത്തി വരുമ്പുകളെല്ലാം തട്ടിമാറ്റണം. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അവരവരുടെ പാർട്ടി അവർക്കൊക്കെ എങ്ങനെയെങ്കിലും നിലനിൽക്കണമെന്നുള്ള, അത് ഒരു സാധാരണ പറയുക, അതൊരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാർത്ഥതയാണ്. അവരെ പാർട്ടിയാണ് കറക്റ്റ്, വേറെ എല്ലാവരും തെറ്റാണെന്നുള്ളത്. അങ്ങ് സജീവ രാഷ്ട്രീയം വിട്ട് പുസ്തകരചനയിൽ ഇപ്പോൾ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കനൽ വഴികൾ എന്നുള്ള ആത്മകഥ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വിവാദമായത്. അത് ഭക്ഷണ വിവാദമായി മാറുകയും പിണറായിക്ക് ചൂരമീൻ ഇഷ്ടമില്ലെന്നും ആനത്തലവട്ടത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ചൂരമീനായത് കാരണം ഭക്ഷണം കഴിക്കാതെ മടങ്ങിയെന്നതടക്കമുള്ള ചില വിമർശനങ്ങൾ, വിവാദങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തു. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ അങ്ങയുടെ കൂടപ്പുറപ്പാണെന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുമുണ്ടോ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ? അതെൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ കൂട്ടത്തിലൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളതല്ലാതെ അതിലിത്രയും വലിയ വ്യാപ്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ ആഹാരം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും വ്യത്യസ്തമായ ടേസ്റ്റുകളുണ്ട് ആഹാരത്തിൽ. ഓരോ ഓപ്ഷൻസ് ഉണ്ട് ഓരോ ആഹാരം. അത്രയേ ഉള്ളൂ. അതിപ്പോൾ പിണറായിക്ക് ചില ആഹാരത്തിനോട് ചില താല്പര്യമുണ്ട്, എനിക്ക് വേറെ ചിലതിനോട് താല്പര്യമുണ്ട്. അതിങ്ങനെ ഒരു വിഷയദാരിദ്ര്യമുള്ളതുകൊണ്ട് ആരോ എടുത്തതിനെ ഇങ്ങനെ. അത് മാത്രമല്ല, പുസ്തകം വിറ്റഴിഞ്ഞ് 2ാം പതിപ്പായി 3ാം പതിപ്പായി. അതിലൊക്കെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം ഇതാണ്. മറ്റു പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ. ഇപ്പോൾ VSൻ്റെ ഒരു അനുഭവമുണ്ട്. VS ഇപ്പോൾ ദേശീയ അംഗീകാരം നേടിയ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലായിരുന്നു ഞാൻ. ആ മന്ത്രിസഭ ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലൊരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. 57-ലെ മന്ത്രിസഭയ്ക്ക് ശേഷം VSൻ്റെ മന്ത്രിസഭ വരുമ്പോഴാണ് അതിനിടയ്ക്കുള്ള അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റും അതിൽ കോൺഗ്രസ്സുകാർ പങ്കാളിയായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ഗവൺമെൻറ് ചെയ്തില്ല, മോശമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊന്നും ചരിത്രം അംഗീകരിക്കാൻ പോകുന്നില്ല. EMS, അച്യുതമേനോൻ, VS, പിണറായി വിജയൻ ഇവരെല്ലാം
ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റുകളെ നയിച്ചവരാണ്. അപ്പോൾ വി എസിൻ്റെ ഒരു അനുഭവം ഞാൻ ഒരിക്കൽ അദ്ദേഹവുമായിട്ട് യാത്ര ചെയ്തപ്പോൾ, അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ആഹാരത്തിന് പ്രത്യേക ചിട്ടയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ആഹാരം കഴിക്കണമെന്നുള്ളത് ചെറുതാണെങ്കിലും കൃത്യമായിട്ട് കഴിക്കണമെന്നുള്ള ഒരു ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പി ആയിട്ട് നടന്ന സുരേഷ് എന്നോട് എപ്പോഴും പറയും, ഭക്ഷണം കുറച്ച് മതി എന്തെങ്കിലും, പക്ഷെ പുള്ളിക്ക് കഴിക്കണം. അത് പ്രായമൊക്കെ ഒരുപാടായാൽ. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പെരിയാർ കാണാൻ പോയി. അത് വലിയ വിവാഹമാണ്. അപ്പോൾ വി എസ് തന്നെ പറഞ്ഞ് ഞാനും കൂടെ വരാം, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 മന്ത്രിമാരെല്ലാം കൂടി പോയി അവിടെ. അപ്പോൾ അവിടെ പെരിയാർ ആരണ്യ നിവാസിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം വരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പിണറായിയെ പോലെ വി എസ് എന്നെ വിളിക്കും, എന്നെ അടുത്തിരുത്തിയ ഭക്ഷണം കഴിക്കും. അതിൽ വി എസിനെ ഞാൻ കണ്ടത് മീൻ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഇതുപോലെ അത് ആറ്റുമീനാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിവാദം കടൽ മീനിനേക്കാൾ പുഴ മീനാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം പുളിശ്ശേരിയാണ്. പുഴമീനും പുളിശ്ശേരിയും. പുഴമീനും പുളിശ്ശേരിയാണ് വി എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം. അത് ആ പുളിശ്ശേരിയെല്ലാം നല്ല എൻജോയ് ചെയ്ത് കഴിക്കും. പുളിശ്ശേരി കഴിക്കാതെ എഴിക്കില്ല, പുളിശ്ശേരി വേണം നിർബന്ധമായിട്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഹാരക്രമങ്ങളിലൊന്നാണ്. പക്ഷേ ആഹാരം വളരെ കുറച്ച് കഴിക്കും എന്നുള്ളതാണ്. കൂടെയുള്ള ആളുകളുടെ എല്ലാ ആഹാരം കഴിക്കണമെല്ലാം ശ്രദ്ധിക്കും. അദ്ദേഹത്തിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എല്ലാവരും ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറയും. അദ്ദേഹം ഒരു ഭരണാധികാരിയും ഒരു പാർട്ടി നേതാവിനപ്പുറത്ത് ഒരു കുടുംബനാഥനെ പോലെ നമുക്ക് തോന്നും. എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു രക്ഷകർത്താവിനെ പോലെ. എൻ്റെ മുഖ്യമന്ത്രിയല്ല, ഞാനും മന്ത്രിയാണല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ഗാർഡിയനാണ്. അങ്ങനെയുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ ശക്തമായ ബന്ധമായിരുന്നു. ഞാൻ പറയുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാനുമായിട്ട് ആലോചിക്കുക, എൻ്റെ അടുത്ത് സംസാരിക്കുക, ഏത് വിഷയം വന്നാലും എന്നോട് അഭിപ്രായം പറയുക, എൻ്റെ അഭിപ്രായം ചോദിക്കുക. അങ്ങനെ ഒരു വലിയ ജനാധിപത്യപരമായ ഒരു പാർട്ടി ടു പാർട്ടി എന്നുള്ളതല്ല, വി എസ് ഞാനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം. അതാണ് ആ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരോടും വി എസിന് ഭയങ്കര സ്നേഹവും ബഹുമാനവും, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല, വി എസിന് എല്ലാം വേണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ദേശീയ അവാർഡുകൾ ആ സമയത്ത് ഒരുപാട് ഗവൺമെൻറ് വന്ന് എല്ലാത്തിനും മുഖ്യമന്ത്രിക്കാണ് ഡൽഹിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം പോവില്ല. 2-3 ആയപ്പോൾ ഞാൻ ചോദിച്ചു, വി എസ് ഈ അവാർഡൊക്കെ വാങ്ങിക്കാൻ നമുക്ക് പോട്ടെ, നമ്മുടെ ഗവൺമെൻറ് കിട്ടാല്ല. എന്നോട് അതിൽ കാര്യമൊന്നുമില്ല, പിന്നെ അവാർഡല്ലേ അത്, ഇനിയും അവാർഡ് പറയുമ്പോൾ ദിവാരം പോയി വാങ്ങിച്ചാൽ മതി, എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ വി എസിന് വേണ്ടി പോയി 2-3 അവാർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുള്ള. ഞാൻ പറഞ്ഞത് അത്ര ഒരു വലിയ മനസ്സിൻ്റെ ഒരു ഉടമയാണ്. അതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരിൽ എല്ലാം ഞാനടക്കമുള്ള എല്ലാവരും നല്ല പ്രഗത്ഭമതികളായിരുന്നു. അത് ജനങ്ങൾ അംഗീകാരം തന്നിട്ടുണ്ട്. ഇപ്പോൾ എം എ ബേബി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും നല്ല ഹോം മിനിസ്റ്റർ, അസലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു. പിന്നെ ശ്രീമതി ടീച്ചർ ഒരിക്കലും ഹെൽത്തിന് മറക്കാൻ കഴിയാത്ത ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ഇപ്പോഴുള്ളവരെല്ലാം മോശമാണെന്ന് ഇതിനർത്ഥമില്ല. ഇപ്പോഴുള്ളവർ അവരവരുടെ കഴിവനുസരിച്ച് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചീത്ത പേരുകളൊന്നുമില്ല, അഴിമതിയില്ല, അങ്ങനെ ഗുണങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവിടെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. പക്ഷേ വ്യാപക വിമർശനമാണ് ഈ മന്ത്രിമാർക്കെതിരെ ഇക്കഴിഞ്ഞ കാലത്തുടനീളം പാർട്ടി വേദികളിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെ തിരുത്തി മുന്നോട്ട് വന്നാൽ മാത്രമല്ലേ ഇനി ഒരു പക്ഷേ പിണറായി 3.0 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 3ാമതും കേരളത്തിൽ തുടർഭരണം കിട്ടുകയുള്ളൂ. അല്ല, കേരളത്തിലെ തുടർഭരണവും മന്ത്രിമാരുടെ ഭരണ നേട്ടങ്ങളൊന്നും തുടർഭരണത്തിന് ബാധകമല്ല.
തുടർഭരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാറ്റമാണ്. കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിനാണ് വോട്ട് ചെയ്യണത്. വ്യക്തികൾക്കും മഹാന്മാർക്കും വലിയ പ്രഗത്ഭമതിക്കൊന്നുമല്ല വോട്ട് ചെയ്യണം. അതായത് ഭരണം മാറി മാറി വരണം എന്നുള്ളതാണ്. ഭരണം മാറി മാറി വരണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെ ഒന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കില്ല. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്, ഞാൻ LDFൻ്റെ ആളായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഒരവസരം കൂടി തരണം എന്ന് പറയുന്നു. അത് പറയാനുള്ള അവകാശം ഇടതുപക്ഷത്തിനുണ്ട്. തരണം വേണ്ടെന്നുള്ള തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളത് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. പിന്നെ മന്ത്രിമാരെക്കുറിച്ച് താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ അതൊക്കെ അടിസ്ഥാനമില്ലാത്ത കാര്യം. കാരണം ഈ മന്ത്രിമാരെയെല്ലാം ഇപ്പോഴും ജനങ്ങൾ കാണുന്നത് TV തോമസിൻ്റെയും M ഗോവിന്ദൻ നായരുടെ EMSൻ്റെയും ഗൗരിയമ്മയുടെ കാലത്തുള്ള മന്ത്രിമാർ, അവരൊക്കെ ഇതിഹാസങ്ങളല്ലേ. അവരെ പറ്റി എന്താ കമ്പയർ ചെയ്യാൻ? അവരും മന്ത്രിമാരാണ്. അങ്ങനെയുള്ള മന്ത്രിമാരാണ് ഈ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. അത് വെച്ച് എന്നെ അളക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. അവർ കുറേ വിമർശനങ്ങൾ കാണാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ മന്ത്രിസഭയിൽ ഒരൊറ്റ മുട്ടുസൂചിയുടെ അഴിമതി പോലും ഇതുവരെ ഉന്നയിക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ചില കാര്യം, മറ്റേ പിണറായിയുടെ മകളെ കേസ് അങ്ങനെയായി, മോഹൻ കേസ് ഇങ്ങനെയായി, അതൊക്കെ ചുമ്മാ വെടിപൊട്ടിക്കണതല്ലാതെ അതിൽ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല. CPM-ന് തുടർഭരണം കിട്ടുമെന്നുള്ളതാണോ അങ്ങയുടെ നിരീക്ഷണം? CPM-ൻ്റെ തുടർഭരണം കിട്ടണമെങ്കിൽ ഇന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഒരു അനുഭവം, ഈ LDF കുറേ കൂടി താഴോട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണം. അതിന് ഭവന സന്ദർശനവും ജാഥ ബഹളമൊന്നും അല്ല. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവർത്തന ശൈലിയിലേക്ക് ഈ ഇടതുപക്ഷ മുന്നണി വരണം. അത് അടിതൊട്ട് മുടി വരെ. മുന്നണി എന്ന് പറഞ്ഞാൽ 5-6 നേതാക്കന്മാർ കൂടിയിരുന്ന് ചായ കുടിച്ച് കശുവണ്ടി പരിപ്പ് നിന്ന് തീരുമാനം എടുക്കണമല്ല. ജനം വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ജനങ്ങളെ കാണണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭരണം പിടിക്കുക മാത്രമല്ല, കേരളത്തിൽ രാഷ്ട്രീയമായ വലിയ അപകടങ്ങൾ സംഭവിക്കാൻ ചൂണ്ടിരിക്കുകയാണ്. ഒരു വലതുപക്ഷ ചിന്താഗതി ശക്തമാണിപ്പോൾ. അതാണ് നമ്മൾ കാണുന്ന ഈ BJPയുടെ ഒരു വരവെന്ന് പറയുന്നത്. വെറും അത് BJP അല്ല, അതൊരു ആദിത്യ യോഗിയുടെ BJP-ആണ്. അത് വേറെ BJP-ആണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. പല വാർഡുകളിലും BJP വ്യക്തമായ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ ഉള്ള വളർച്ച, കേരളത്തിലാകമാനം BJPയുടെ ഒരു ഗ്രോത്തിനെ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ CPM അതോടൊപ്പം തന്നെ കോൺഗ്രസ്, ഈ രണ്ട് പാർട്ടികളും കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങോടുകൂടി അല്ലെങ്കിൽ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസോടുകൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതൊന്ന് കുറയ്ക്കാൻ കഴിയുള്ളൂ? അത് ശരിയാണ്. കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ത്രട്ട്, ഒരു വെല്ലുവിളി, അത് ചെറുതായി കാണാൻ പാടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ BJP വന്നു, ഭൂരിപക്ഷം അവർക്ക് കിട്ടി, അവരുടെ മേയറുണ്ട്. അതൊരു വലിയ ഒരു ജനങ്ങളുടെ ഒരു വലിയ താക്കീതാണ്. ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകുന്നൊരു താക്കീതാണത്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ അവരാരും BJPയോട് താല്പര്യം ഉണ്ടായിട്ട് വോട്ടൊന്നും ചെയ്തവരല്ലെന്ന് എനിക്കറിയാം. ആ താക്കീത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു ചെറിയ സിഗ്നൽ തരുന്നു. നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ കുറേ കൂടി ജാഗ്രതയാവണം. നിങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരാവണം. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നതാണ്. മാവോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മത്സ്യം ജലത്തിൽ കിടക്കുന്നതാണ് മത്സ്യം. ജലത്തിൽ കിടക്കുമ്പോഴേ മത്സ്യത്തിന് ജീവനുള്ളൂ. മത്സ്യത്തിന് കര എടുത്തിട്ടാൽ പിടച്ച് മരിച്ചു പോകും. തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന ഭാഗത്ത് വലിയ അർത്ഥമാനങ്ങളാണുള്ളത്. ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ CPM നേതാക്കളും ഒന്നും അങ്ങനെ ജീവിക്കുന്നവരല്ല എന്നുള്ളൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം എന്തുകൊണ്ടോ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ
അകന്നു പോകുന്നുണ്ടെന്നുള്ളതിന് നമ്മുടെ പാർട്ടിക്കാർക്ക് തന്നെ തോന്നിയതാണ്. അത് ഈ തുടർഭരണം കിട്ടുന്ന മുറയ്ക്ക് ഒരു പക്ഷേ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ ധാർഷ്ട്യമോ ധിക്കാരമോ അങ്ങനെയുള്ള സമീപനങ്ങൾ എന്തെങ്കിലും ഇല്ല. ഇതിലെ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. ഈ ബൂർഷ്വാ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും അധികാരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളതിനുള്ള ചില പാഠങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. ഈ ബൂർഷ്വാ പാർട്ടി എന്ന് പറയുന്നവർ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള BJP എല്ലാം ബൂർഷ്വാ പാർട്ടിയാണ്. അവർ അധികാരം കിട്ടിയാൽ അധികാരത്തിൻ്റെ ഉത്സവമാണ് അവർ നടത്തുന്നത്. അധികാരം കിട്ടുമ്പോൾ തന്നെ ഉത്സവം. ഇപ്പോൾ കോർപ്പറേഷനെ കിട്ടിയ ഉത്സവമായിട്ട് കൊണ്ടുപോവുകയാണ് അവർ. കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും അങ്ങനെ പറ്റില്ല. അധികാരം ജനങ്ങളിലേക്ക് കൂടുതൽ കൈമാറുകയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഭരണാധികാരികളാണ് യഥാർത്ഥ ഭരണാധികാരികൾ. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ആത്മപരിശോധന ഈ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ ആത്മപരിശോധനയുടെ രംഗത്താണ് നിൽക്കുന്നത്. അതിൽ ഏറെക്കുറെ കേടുപാടില്ലാതെ ഞങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുറച്ച് ജനങ്ങളുടെ നിന്ന് കുറച്ചൊരു അകൽച്ച വന്നിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന. അതിനാണ് ഈ ഭവന സന്ദർശനവും ഈ ജാഥകളും എല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ദന്തഗോപുരങ്ങളിലും ഭരണാധികാരത്തിൻ്റെ അതിലൊക്കെ അമർന്ന് അതിൽ അഭിരമിച്ച് അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന് ജനങ്ങൾക്ക് വലിയ വാശിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. EMSൻ്റെ മന്ത്രിസഭ അതായിരുന്നു. അപ്പോൾ EMS മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു കീറി പറഞ്ഞ ഷർട്ടും ഒരു അരക്കയൻ ഷർട്ടും ഒരൊറ്റ മുണ്ട് കൊടുത്തോണ്ടാണോ സത്യം? അതിലേക്ക് വരാം. അതിന് മുമ്പായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? CPI വേണ്ട വിധത്തിൽ നിലപാടുകൾ കൃത്യമായി പറയുന്നതിന് ഉയർന്നു വരുന്നുണ്ടോ? അത് PM ശ്രീയിലടക്കം ചില വിഷയങ്ങളിൽ നമ്മളത് കണ്ടു. പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള ഭയമോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തടസ്സമോ CPIയിൽ ഇപ്പോൾ ആ നേതാവും ആ പാർട്ടിയും നേരിടുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം എൻ്റെ വളരെ ജൂനിയറായിട്ടുള്ള ഒരു സഖാവാണ്. അയാൾ വെറുതെ കൂര പൊളിച്ച് വന്നതൊന്നുമല്ല. വിദ്യാർത്ഥി നേതാവായി, ദേശീയ വിദ്യാർത്ഥി നേതാവായി, വിദേശ രാജ്യത്തെ വേൾഡ് യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തകനായി. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബമാണ്. വൈക്കത്തെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ്. അദ്ദേഹത്തിന് വേറെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ അഭിപ്രായങ്ങൾ അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷം അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട് പറയും. കാരണം ഈ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു വർത്തമാനം പാർട്ടി സെക്രട്ടറി പറയാൻ പാടില്ല. മുന്നണിക്കകത്തേ പാടുള്ളൂ. പണ്ടേ ഒരു അപവാദമുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയെല്ലാം പൊളിക്കുന്നത് CPIക്കാരാണ്. അതിന് ജനങ്ങളിട്ടിരിക്കുന്ന ഓമന പേരാണ് തിരുത്തൽവാദികൾ. ഞങ്ങളാണ് തിരുത്തൽ ശക്തി. അതൊക്കെ വെറുതെ പൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ബിനോയ് വിശ്വം വളരെ സൂക്ഷിച്ച് പതുങ്ങി ആണ് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുന്നത്. അയാളുടെ പ്രായവും അനുഭവങ്ങളും എല്ലാം വെച്ച് ജനങ്ങളത് ഭയപ്പെടുത്തുന്നുകൊണ്ട് ആയിരിക്കുമോ? അങ്ങനെ ഭയപ്പെടുന്ന ആരും ഇല്ലല്ലോ. ആകെ ഒരാളുള്ള ഞാനാണ് ഈ തലമുതിർന്ന നേതാവ്. വേറെ ആരുമില്ല. ഞാനാണെങ്കിൽ ബിനോയ്ക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭയമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എന്തെങ്കിലും വന്നു പോയാൽ ഇന്നത്തെ മീഡിയയുടെ ഒരു അമിതമായ സ്വാധീനത്തിൻ്റെ ഫലമായി പറഞ്ഞതും പറയാത്തതും എല്ലാം കൂടി കയറി ഒരു വലിയ കലാപം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് പേടിയുള്ളതുകൊണ്ട് ഓരോ അക്ഷരവും ഓരോ പദപ്രയോഗങ്ങളും ഓരോ സന്ദർഭവും സൂക്ഷിച്ചാണ് ബിനോയ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നും. അത്രേ ഉള്ളൂ. ഈ വിവാദത്തിനപ്പുറത്ത് വികസനം അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം എന്നുള്ളതാണ് അവർ എപ്പോഴും പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ ഇപ്പോൾ പുതുയുഗ യാത്ര നടത്തുന്നു. LDF ഇപ്പോൾ വികസന മുന്നേറ്റ ജാഥ നടത്തുന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരത്തിൽ ജാഥകളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു കോൺഗ്രസ്സിന് ഇനി കേരളത്തിലൊരു
ഒരു അപ്പർ ഹാൻഡ് കിട്ടുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇനിയിപ്പോൾ കോൺഗ്രസിലൊരു പ്രബല വിഭാഗത്തിൻ്റെ ഒരു നേതാവായി മുഖ്യമന്ത്രിയായി വരാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ആ ചോദ്യം കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ അവരതിനെ സ്ട്രെയിറ്റായിട്ട് മറുപടി പറയില്ല. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങൾക്കെല്ലാം ഇപ്പോഴേ അറിയാം ഇത് രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി, വി.ഡി. സതീശനാണോ, അതോ ഡൽഹിയിലിരിക്കുന്ന വേണുഗോപാലാണോ, ഇങ്ങനെ പല പല ഇതും അന്തരീക്ഷത്തിൽ നടക്കുകയല്ലേ. അത് തന്നെ UDF ഒരു വലിയ അപകടമാണത്. അതൊരു അനിശ്ചിതത്വം തുടങ്ങുകയാണ്. ഇത് ഈ പറയുന്ന പേരുകാരെല്ലാം അതിൽ നിൽക്കുന്നവരാണെന്നും ആളുകൾക്കെല്ലാം അറിയാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനുള്ളത് പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അധികാര വടംവലി നടക്കും കോൺഗ്രസിൽ എന്നുള്ളത്? കോൺഗ്രസിനകത്ത് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ടല്ലോ, നടക്കും, സ്വാഭാവികമായിട്ട് നടക്കും. അതിനെ നേരിടണമെങ്കിൽ അവർ ഈ പറഞ്ഞ പേരുകാർ അവർ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ ആരാ നിങ്ങളെ നയിക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് ജനങ്ങൾ. അത് ഞങ്ങളെ നയിക്കുന്നത് വി.ഡി. സതീശനാണെന്ന് കോൺഗ്രസ്സുകാർ KPCC പറയട്ടെ. KPCC അവരൊരു പ്രമേയം പാസ്സാക്കട്ടെ, കോൺഗ്രസ് ഇലക്ഷൻ നയിക്കാൻ പോകുന്നത് വി.ഡി. സതീശനാണെന്ന് പറയില്ലല്ലോ. പക്ഷേ അതേസമയം LDF അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, CPM കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആവണോ വേണ്ടതൊക്കെ പിന്നീടാണ് തീരുമാനിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന യുദ്ധത്തിൽ സർവ്വസൈന്യാധിപനായി LDF സതീശൻ പിണറായി നേർക്കുനേർ ഫൈറ്റ് അല്ലേ, അത് വരാൻ പോകുന്നില്ല. കാരണം സതീശൻ്റെ പുറകിൽ കോൺഗ്രസ്സുകാരെല്ലാവരും ഇല്ല. ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ സാധാരണ ജനങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ UDF സ്ഥിതി, എന്തായിരിക്കും അവരുടെ സ്ഥിതി. ഈ UDF LDF തമ്മിലാണോ, LDF BJP തമ്മിലാണോ, UDF BJP തമ്മിലാണോ കേരളത്തിലെ? BJP ഒന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഒരു ചുമ്മാ അക്കൗണ്ട് തുറക്കില്ല ഈ അക്കൗണ്ട് വല്ലടത്ത് ഒരു സീറ്റെങ്ങാനും കിട്ടുക പണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലിരുന്ന സീറ്റ് നിയമത്തിരുന്ന രാജഗോപാൽ ജയിച്ചല്ലോ. എങ്ങനെയാണ് സീറ്റ് പോയത്? പാവപ്പെട്ട ശിവൻകുട്ടിയല്ലേ ജയിച്ചതവിടെ. ഒരു ശിവൻകുട്ടി മതി. പിന്നെ രാജഗോപാലിനെ തോൽപ്പിക്കാൻ ശിവൻകുട്ടിക്ക് കഴിയുമെങ്കിൽ രാജഗോപാലിനേക്കാൾ വലിയ BJPക്കാരിപ്പോൾ ഇവിടെ ഇല്ല, കേരളത്തിലില്ല. ഈ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് ജയിക്കാനാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരം പിടിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് BJPയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത് അവർ വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അരക്കിട്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം, അതൊന്നും ഈ BJPക്കാർക്ക് വലിയ പിടിയില്ല. BJP കേരള രാഷ്ട്രീയത്തിൽ വളരെ വൈകി വന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ വേരോടിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ത്യയിൽ ഒരിടത്തും വേരോട്ടം ലോകത്ത് ഒരിടത്തും ഇല്ലാത്തപ്പോൾ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കേരളമാണ്. ആ കേരളത്തിൻ്റെ ആ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച വിമോചന സമരമാണ് നടന്നത്. ഇപ്പോൾ വെനിൻസുലയിലെ മഡ്രോയെയും ഭാര്യയെയും തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ കൊട്ടാരത്തിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഒരു പ്രതികരണം ഒരിടത്തുണ്ടായില്ല. അതല്ല ഇപ്പോൾ കേരളം. കേരളത്തിൽ വേരോടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു മതേതര പ്രസ്ഥാനം, അത് ലെഫ്റ്റിലേക്ക് തന്നെ പോകണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒരുപാട് തെറ്റുകൾ കാണും LDF നേതാക്കന്മാരെന്നാണ്. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെയല്ല. ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തണം. തിരുത്തി നിങ്ങൾ ഇതിനെ ലെഫ്റ്റിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ജനതയുടെ മുമ്പിൽ BJPക്ക് നിയമം പിടിക്കുമോ, വട്ടിയൂർക്കാവ് പിടിക്കുമോ, കഴക്കൂട്ടം പിടിക്കുമോ, ഇതൊക്കെയാണല്ലോ അവർ പറയുന്നത്. കാണാം. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? വ്യക്തിപരമായി അങ്ങുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ്. അതിന് ഉപരിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദം, ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന കാര്യങ്ങൾ, അതിനെങ്ങനെ രാഷ്ട്രീയമായും വ്യക്തിപരമായും?
ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ്. എൻ്റെ പ്രായത്തിൽ ഞാൻ പിണറായിക്കാൾ മൂത്തതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 78-79 എനിക്ക് 80 ആയി. അപ്പോൾ എൻ്റെ ചെറുപ്രായക്കാരനാണ്. രാഷ്ട്രീയത്തിൽ അനുഭവങ്ങളിലും അത് വലിയ വ്യത്യാസമില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ നേതാക്കന്മാരിൽ ഒരാളാണ്. എൻ്റെ പാർട്ടിയിലെ വെളിയം ഭാർഗവൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാൾ. വെളിയം ഭാർഗവന് ശേഷം എൻ്റെ മനസ്സിൽ കൂട് കെട്ടിയത് പിണറായി വിജയനാണ്. പിണറായിക്ക് ശേഷം CPM-ൽ ആര് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. അത് കാരണം പിണറായി അത്രയധികം ഇനി എത്ര തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് നേരിടാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചോദ്യം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ ആ പാർട്ടി ഒരു ശൂന്യത പോലെ പെട്ടെന്ന് തോന്നും. വേറെ ലീഡർഷിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ചില അവതാരങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞു, എനിക്ക് കുറേ അവതാരങ്ങളൊക്കെ വരും, അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പക്ഷെ ആ അവതാരങ്ങളെല്ലാം ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ ചില ന്യൂനതകളാണ് വല്ലപ്പോഴുമൊക്കെ നമ്മൾ കേൾക്കുന്നത്. അത് അദ്ദേഹം അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് CPM-ൻ്റെ പാർട്ടി കമ്മിറ്റികളിൽ ധീരമായിട്ട് എഴുതി തന്ന സഖാവ് പിണറായി, നിങ്ങളെടുത്ത ആ നിലപാട് ശരിയല്ല, നിങ്ങളങ്ങനെ എടുക്കരുത് എന്ന് പറയാൻ ആരുമില്ല എന്നുള്ളതാണ് അന്ന് പറയുന്നത്. ആരില്ല, ഒരാൾ അതിനകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ അവസാന വാക്ക്. പാർട്ടിയിലും മുഖ്യമന്ത്രിയുടെ ഗോവിന്ദൻ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല എന്നുള്ളതാണോ? ഗോവിന്ദൻ സെക്രട്ടേറിയറ്റിനകത്തും സംസ്ഥാന കമ്മിറ്റിക്കകത്തും അടക്കം ഗോവിന്ദന്റെ ഒരു റോളും കാര്യമായി ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ റോളല്ല. ഗോവിന്ദൻ്റെ റോള് പാർട്ടി സെക്രട്ടറിയുടെ റോള് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയാണ് അവസാന വാക്ക്. മുഖ്യമന്ത്രിയെ കറക്റ്റ് ചെയ്യാൻ, തിരുത്താൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഘടന അനുസരിച്ച്, പാർട്ടി ഘടനയും ബയലേക്ക് അനുസരിച്ച് പാർട്ടി കമ്മിറ്റി പറയണതാണ് ചെയ്യേണ്ടത്. അതായത് പണ്ടൊരു ആരോ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിയെ വച്ചിരിക്കുന്നത് തന്നിഷ്ടം പോലെ പോകാനല്ല, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെ പറയാൻ ഇന്ന് CPM-ൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാം, ഇല്ലാതെ. പക്ഷെ പ്രകടമായി പിണറായി വിജയനെ നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ബഹുമാനിയൊക്കെ ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം ഒരു മനുഷ്യനാണ്. മനുഷ്യസഹജമായ എല്ലാ ബുദ്ധിമുട്ടുകളും കാണും. ആ ബുദ്ധിമുട്ടുകൾ അധികാരത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു പാർട്ടിയും പാർട്ടി ഘടകവും പാർട്ടി നേതാക്കന്മാരും വേണം, സീനിയറായിട്ടുള്ള. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഓരോ ദിവസം കഴിയുന്തോറും ആ കേസിനകത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വസ്തുതകളും ഒക്കെ പുറത്തു വരികയാണ്. ഈ കേസിൻ്റെ ദിശ ഇനി എങ്ങനെയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്? അതോടൊപ്പം ഈ മുൻ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷന്മാരെ അടക്കം ഇപ്പോൾ പ്രതിക്കൂട്ടിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ജയിലിൽ പല ഉന്നത സ്വാധീനങ്ങളുള്ള ആളുകൾ പോലും ഇപ്പോഴും കിടക്കുന്നു. ഇതിനി എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം. ഞാൻ ശബരിമല സംഭവത്തിൽ ആദ്യം മുതൽ ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ പല ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധവുമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് അവരെല്ലാം. ഈ വാസു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു. അത് കഴിഞ്ഞ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി, ദേവസ്വം ബോർഡ് കമ്മീഷണറായി. അദ്ദേഹത്തിന് അന്നൊന്നും ഞാൻ ഇങ്ങനെ ഒരു കേസിൽ കുരുങ്ങുമെന്നും കുഴപ്പമാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. നമ്മുടെ പത്മകുമാർ എനിക്ക് വളരെ അടുപ്പമുള്ളൊരുത്തരാണ്. അയാൾ വളരെ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു.
ശബരിമല കുടുംബമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അദ്ദേഹമാണ് അത് രണ്ടാമത്തെ വന്നിരിക്കുന്ന ആൾ. പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിമാർ, അതുപോലെ മെമ്പർമാർ, ഇതൊരു പ്രത്യേക ഐഡൻറ്റിറ്റിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു ഓവറാൾ സൂപ്പർവിഷൻ നടത്താം, നയപരമായ കാര്യങ്ങളിൽ ഇടപെടാം, ബോർഡിനെ ഉപദേശിക്കാം, അതെല്ലാം ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ് ഭാഗം തന്നെയാണ് ദേവസ്വം ബോർഡ്. അല്ല എന്ന് പറയുന്നത് ഓട്ടോണമസ് ബോഡിയാണ് എന്നൊന്നും സംസ്കാരം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ ഈ കൊള്ള ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു പ്രശ്നമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യം ഇതിനോട് അല്ല, അത് ഇപ്പം തന്നെ കൃത്യമായി അതിലുള്ള ക്ലാരിറ്റി വരുത്തേണ്ട ബാധ്യത LDF-നും ഗവൺമെൻറ്റിനും ഉണ്ട്. കാരണം ഇത് എന്താണ് സംഭവിച്ചത്, ജനങ്ങളോട് തുറന്ന് വിശദീകരിക്കാൻ അത്ര കൺഫ്യൂഷനാണ് ഓരോ ദിവസവും. ഈ SIT എന്ന് പറയുന്ന ഒരു സംഘം, അന്വേഷണ സംഘം, അവരെന്താണ് ചെയ്യുന്നത് ആർക്കും അറിയില്ല. അവർ വല്ലതും പത്രക്കാർ, മീഡിയക്കാർ പറഞ്ഞു അത് ഞങ്ങൾ ഹൈക്കോടതിയുടെ നിയന്ത്രണമാണ്. ഹൈക്കോടതി ഒന്നും നിയന്ത്രിക്കുന്നില്ല. ഹൈക്കോടതി അങ്ങനെ SIT നിയന്ത്രിക്കണേ? വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം അങ്ങനെ ചെയ്യരുതെന്ന് പറയും. എന്താ ഇവർക്ക് ഈ സ്വാഭാവിക ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് ആരാണ്? ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പറഞ്ഞ 90 ദിവസം. പക്ഷേ അവിടെയും ഈ പ്രതികളുടെ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ഈ പെട്ടെന്ന് അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പൊരുത്തക്കേടുകളോ പഴുതുകളോ കിട്ടിയവർ പിന്നീട് പുറത്തു നിൽക്കാൻ അല്ല, അത് നിയമവശമാണ്. നിയമ പണ്ഡിതനല്ല ഞാൻ. എന്നാലും ഞാൻ പറയണ, ഒരു കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ തുടങ്ങും. ട്രയൽ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയും. അപ്പോൾ അതുവരെ ഇരിക്കേണ്ടവർ ഇവർ കിട്ടിയ തെളിവുകൾ അനുസരിച്ച് കുറ്റപത്രം കൊടുത്താൽ അത് അപൂർണമാണെങ്കിൽ ട്രയൽ തുടങ്ങുമ്പോൾ കുറ്റപത്രം കൊടുത്താൽ പിന്നെ ഗവൺമെൻറ്റിനെ ബാധിക്കാം. ഞങ്ങൾ ആ കുറ്റപത്രത്തിൽ പറയാത്ത പുതിയ ഒരുപാട് സംഭവങ്ങൾ വന്നിരിക്കും. മേഖലാ ജാഥകളിലൊക്കെ നേതാക്കന്മാർ ഇത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ടോ? പക്ഷേ വിശദീകരിച്ചിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ച ഇതെല്ലാം പറയുന്നില്ലേ, അത് പറയണമെന്ന് വ്യക്തമല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ശബരിമലയിൽ സ്വർണം കട്ടോ എത്രയാണ്, ആരാണ്? ഇതിങ്ങനെ പരത്തി കേരളത്തിന് പുറത്ത് പോയി ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിലേക്ക് പോയി, അങ്ങനെ വിദേശത്ത് പോയി ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പേടിച്ചിരിക്കുകയല്ലേ. ഇതിന് ആരാ ഉത്തരവാദി? ഇപ്പോൾ വിദേശത്ത് പോയതിന് ശബരിമല അയ്യപ്പൻ മാത്രമുണ്ട് നിശബ്ദമായിരിക്കുന്ന ഏക ആൾ. ബാക്കി എല്ലാവരും ശബരിമല സ്വർണ്ണക്കട്ടതിനെ കുറിച്ച് വർത്തമാനം പറയുമ്പോൾ അയ്യപ്പൻ മാത്രം പാവം ഒരക്ഷരം മിണ്ടാതിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ വളരെ വ്യക്തമായി നിലപാട് വിശദീകരിച്ച CPIയുടെ മുതിർന്ന നേതാവ് C. ദിവാകരന് മലയാളം ന്യൂസിൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.